യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ വാർഷിക പൊതുയോഗം പാലായിൽ നടന്നു. ദയ പാലിയേറ്റീവ് കെയർ ചെയർമാൻ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തോടനുബന്ധിച്ച് നടന്ന ലഹരിവിരുദ്ധ പ്രോഗ്രാം പാലാ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെക്സി ജോസഫ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു. യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ സംസ്ഥാന സെക്രട്ടറി ടോമി കുറ്റിയാങ്കലിന്റെയും കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രിൻസ് വിസിയുടെയും നേതൃത്വത്തിൽ പാലാ യൂണിറ്റിലേക്കുള്ള ഇലക്ഷനും നടന്നു. പാലാ യൂണിറ്റ് പ്രസിഡന്റായി ബെന്നി മൈലാടൂരിനെയും സെക്രട്ടറിയായി ബെന്നി ജോർജിനെയും ട്രഷററായി ജോമി സന്ധ്യയെയും തെരഞ്ഞെടുത്തു. തങ്കച്ചൻ പുളിയറമറ്റം, സജി തോമസ്, ബാബു നെടുമുടി, ജോമൻ ഓടയ്ക്കൽ, അയ്യപ്പൻ ഐശ്വര്യ, ജോസൂട്ടി പൂവേലി, ഉണ്ണി കളപ്പുര തുടങ്ങിയവർ പ്രസംഗിച്ചു. എന്തിനു വേണ്ടി ചെയ്തു? പാലായിൽ മുഴുവൻ പറഞ്ഞ് റോഡ് വെക്കാൻ എന്തോ ബാങ്കുമായിട്ട് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് തുടങ്ങുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ തുടങ്ങില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ പ്രയോജനം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പാസ്ബുക്ക് നോക്കണം. ആ പാസ്ബുക്കിൽ നിന്ന് വിവിധ കാരണങ്ങളാൽ നിങ്ങളുടെ പൈസ പിടിക്കുന്നത് വിലപ്പെടുത്തുമെന്ന് ശ്രദ്ധിച്ചോ. എന്തിന്റെ പേരില? റിസർവ് ബാങ്ക് തുടങ്ങുന്നത് ടോമി കുറ്റിയാങ്കലിന്റെ ബാങ്കുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലല്ല. പാലക്കാട് നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഒരു സംസ്ഥാന നേതാവ് പ്രസംഗിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖമായ ഒരു ബാങ്ക്, ഈ ബാങ്ക് പറഞ്ഞ പേര് പറഞ്ഞൊരു വഴിയില്ല, ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് നിർബന്ധിച്ച് വ്യാപാരിയെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ചു. മിനിമം ബാലൻസ് 10,000 രൂപ. ഇദ്ദേഹം 10,000 രൂപയുടെ അക്കൗണ്ട് എടുത്തു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മെസ്സേജ്, നമ്മൾ ആരെങ്കിലും മെസ്സേജ് ശ്രദ്ധിക്കോ, മെയിൽ ശ്രദ്ധിക്കോ, ഇദ്ദേഹത്തിന് ഒരു മെസ്സേജ് പോയി. ആ മെസ്സേജിന് 3 രൂപ ചാർജ് കിട്ടും. ആ മെസ്സേജിന് 3 രൂപ ബാങ്കിൽ ചാർജ് കിട്ടും. അപ്പൊ ബാങ്കിൽ മിനിമം ബാലൻസ് എത്രയുണ്ട്? 10,000 നിന്ന് 3 രൂപ പോകുമ്പോൾ എത്രയുണ്ട്? അപ്പം പിന്നെ ഇദ്ദേഹം നോക്കും, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 1.5 വർഷം കൊണ്ട് 10 പൈസ പോലും. അതാണ് റിസർവ് ബാങ്ക് പറയാനുള്ള കാരണം.